ഷിഹാബ് ചോറ്റൂർ പുതിയൊരു വിവാദത്തിലേക്ക് ചെന്നുപെട്ടിരിക്കുകയാണല്ലോ. സെൽഫി എടുക്കാൻ ചെന്ന ആളുടെ മൊബൈൽ ഫോൺ തട്ടിപ്പറിച്ചെടുത്ത് വലിച്ചെറിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ തുടർന്ന് ഷിഹാബിനെ വളരെയധികം വിമർശിച്ചുകൊണ്ടുള്ള പല വീഡിയോസുകളും അതുപോലെ തന്നെ പല പോസ്റ്റുകളൊക്കെ നമ്മൾ കാണുകയുണ്ടായി. അപ്പൊ അതിനൊക്കെ ഒരു വിശദീകരണം ഇപ്പോൾ ഷിഹാബ് ചോറ്റൂർ തന്നെ നൽകിയിരിക്കുകയാണ്. ആ വിശദീകരണ വീഡിയോയുടെ അല്പഭാഗം നമുക്കൊന്ന് കാണാം. ഞാനിപ്പോൾ ഉള്ളത് ജോധ്പൂര് രാജസ്ഥാനിലാണ്. ഇന്നലെ ഒരു ഫോണിന്റെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഓരോ വീഡിയോ വരുന്നതിന്റെ പുറകെ തന്നെ ആളുകളുണ്ട്. ഇന്നലത്തെ വിവാദം സത്യത്തില് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാം, അല്ലാത്തവർക്ക് തെറി വിളിച്ചിങ്ങാണ്ട് പോകാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. ഞാനൊരു BJP-കാരനുമല്ല. നിങ്ങൾ എന്നെ BJP-കാരാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളും റബ്ബുമായിട്ടായിക്കോളി. ഞാന് എന്റെ അസ്തിത്വം പണയം വെച്ചിട്ട് ആർക്കും ഒന്നുമില്ല. അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതായത് അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഇപ്പോ അദ്ദേഹത്തിന്റെ പര്യടനം ഉത്തരേന്ത്യയിലാണ്. കേരളത്തിൽ പഴയതുപോലെയുള്ള രീതിയിലുള്ള ക്ലച്ച് പിടിക്കാതെ കൊണ്ടാണ് ഉത്തരേന്ത്യയിലേക്ക് അദ്ദേഹം മാറിയിരിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിനെ എതിർക്കുന്നവർ ഇപ്പോൾ പറയുന്നത്. അയോധ്യ ക്ഷേത്രം ഉദ്ഘാടനത്തിൽ ദിവസം തന്നെ ഷിഹാബ് ചോറ്റൂർ ചെയ്ത ഒരു പോസ്റ്റുമായി ഏറെ വിവാദങ്ങൾക്ക് ഇടവരുത്തിയതാണ്. ആ വിവാദങ്ങൾ കെട്ടിയടങ്ങുന്നതിന് മുമ്പ് തന്നെയാണ് പുതിയൊരു വിവാദത്തിന് തിരകൊളുത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഷിഹാബ് ചോറ്റൂറിനെ വിവാദങ്ങൾ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഈ വിവാദങ്ങൾ കെട്ടിയടങ്ങുന്നതിന് മുമ്പ് തന്നെ അടുത്ത വിവാദങ്ങളിലേക്ക് ഷിഹാബ് ചോറ്റൂർ ചെന്നുപെടുമോ എന്ന കാര്യം നമുക്ക് കണ്ടറിയണം. ഏതായാലും അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഇനി കേരളത്തിൽ എത്രത്തോളം ക്ലച്ച് പിടിക്കും എന്ന കാര്യത്തിൽ നമുക്ക് ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പൊക്കെ അദ്ദേഹത്തിനെ വളരെയധികം അനുകൂലിച്ചവരൊക്കെ അദ്ദേഹത്തെ ഇപ്പോൾ എതിർക്കുന്ന രീതിയിലേക്കാണ് പോയിട്ടുള്ളത്. എന്തായാലും അദ്ദേഹത്തിന്റെ പര്യടനം തുടരട്ടെ. അദ്ദേഹം ചെയ്യുന്ന ഈ പ്രവർത്തി മൂലം ഏതെങ്കിലും തരത്തിലൊരു നന്മ കിട്ടുകയാണെങ്കിൽ നന്മ കിട്ടുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമായ ഒരു കാര്യമാണല്ലോ. അദ്ദേഹം പറഞ്ഞു, എന്ത് എതിർപ്പുകളും എന്ത് അവഹേളനങ്ങളും എന്റെ നേർക്കേത് എന്ത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ഞാൻ ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ നിയ്യത്ത്, ഈ ഉദ്ദേശം ശുദ്ധിയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തിക്ക് സർവശക്തിന്റെ പുണ്യം ലഭിക്കുക തന്നെ ചെയ്യും. അതല്ല മറ്റുള്ള രീതിയിൽ ആകുന്ന രീതിയിലേക്കാണ് ഈ പ്രവർത്തനം എന്നെങ്കിൽ വൈകാതെ തന്നെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഉത്തരേന്ത്യയിലെ ജനങ്ങളും അദ്ദേഹത്തെ മനസ്സിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല.